സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെയും ക്ഷേമനിധി ബോർഡ് മുഖേന ലഭിക്കുന്ന പെൻഷന്റെയും ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം ഇന്നു മുതൽ വീണ്ടും സജീവമാകും. 1600 രൂപ വീതമാണ് പെൻഷനായി ലഭിക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പെൻഷനുകളിൽ ഒന്നാണ് ഇത്. വെള്ളിയാഴ്ച മുതൽ വിതരണം ആരംഭിക്കുമെന്നാണ് അറിയിപ്പ് ഉണ്ടായിരുന്നത്. എന്നാൽ ശനിയാഴ്ച മുതലാണ് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിത്തുടങ്ങിയത്. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് പെൻഷൻ തുക ലഭിക്കുന്നത്. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് തന്നെ തുക ലഭിക്കും. കൂടാതെ ചില ഗുണഭോക്താക്കളുടെ വീടുകളിലുമാണ് തുക എത്തുന്നത്. കൂടാതെ പെൻഷൻ തുക ഉയർത്തണമെന്നുള്ള അറിയിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1700 മുതൽ 1800 രൂപ വരെ കൂട്ടാനായിരിക്കും സാധ്യതകൾ ഉള്ളത്. പെൻഷൻ തുക എത്രയും പെട്ടെന്ന് തന്നെ കൂട്ടുമെന്നും പ്രതീക്ഷിക്കാം. തുക കൂട്ടുന്നത് ഗുണഭോക്താക്കൾക്ക് വളരെ ആശ്വാസമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. കൂടാതെ എല്ലാ മാസവും പെൻഷൻ കൃത്യമായി നൽകുക എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പെൻഷൻ തുക കൃത്യമായി ലഭിക്കണമെങ്കിൽ മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട്. ജൂൺ 25 മുതൽ ആഗസ്റ്റ് 24 വരെയാണ് മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുക. അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമാണ് മസ്റ്ററിംഗ് ചെയ്യാനും സാധിക്കുന്നത്. കിടപ്പ് രോഗികൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്കുള്ള മസ്റ്ററിംഗ് വീടുകളിൽ വന്ന് ചെയ്യുന്നതായിരിക്കും. മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട രേഖ ആധാർ കാർഡാണ്. ഏതെങ്കിലും കാരണവശാൽ മസ്റ്ററിംഗ് തടസ്സപ്പെടുകയാണെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ കൃത്യമായി തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതുമാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് മുഖേന ലഭിക്കുന്ന പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും തന്നെ വാർഷിക മസ്റ്ററിംഗ് കൃത്യമായും ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലായി മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കും. ഈ മാസങ്ങളിലെ പെൻഷൻ തുക തടസ്സമില്ലാതെ തന്നെ ലഭിക്കുന്നതുമായിരിക്കും. തുടർന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനാണ് മസ്റ്ററിംഗ് ചെയ്യണമെന്നുള്ള അറിയിപ്പുകൾ ഉള്ളത്. കൂടാതെ ജൂൺ മാസത്തിലെ പെൻഷൻ തുക ഇന്നു മുതൽ വീണ്ടും സജീവമായിരിക്കുകയാണ്. വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവർക്ക് നാളെ മുതൽ പൂർണ്ണമായ വിതരണം ആരംഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും തന്നെ പെൻഷൻ ലഭിക്കുന്നതുമാണ്. കൂടാതെ കേരള സർക്കാരിന്റെ ഭാരത് റൈസിന്റെ വിതരണം സംസ്ഥാനത്ത് ഉടൻ ആരംഭിക്കുന്നതായിരിക്കും. എന്നാൽ തീയതി ഉൾപ്പെടെയുള്ള മറ്റു വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുമുണ്ട്. 5 കിലോയുടെയും 10 കിലോയുടെയും സ്പെഷ്യൽ പാക്കറ്റ് ആയിട്ടായിരിക്കും അരി വിതരണം ചെയ്യുക. പൊതുവിപണിയിലുള്ള അരി വിലയേക്കാൾ 5 രൂപ മുതൽ 10 രൂപ വരെ കുറച്ചായിരിക്കും ഭാരത് റൈസ് വിതരണം ചെയ്യുന്നത്. റേഷൻ കാർഡ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഭാരത് റൈസ് ലഭിക്കുന്നതുമാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കുക. കൂടാതെ 1600 രൂപ പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും തന്നെ മസ്റ്ററിംഗ് ചെയ്യേണ്ടതുമാണ്. മസ്റ്ററിംഗ് സംബന്ധിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അവ കൃത്യമായി പരിഹരിച്ചതിനു ശേഷം മസ്റ്ററിംഗ് ചെയ്യുക.